സർ ഇതിനോടൊക്കെ ഒപ്പം ഏറ്റവും അധികം ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു പൊതുവിലുള്ള ചോദ്യം, എന്തുകൊണ്ടാണ് IILTയിൽ തന്നെ ജർമ്മൻ പഠിക്കണം അല്ലെങ്കിൽ ജർമ്മൻ ഓൺലൈനായി പഠിക്കണം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു റീസൺ. രണ്ട്, എങ്ങനെയാണ് IILTക്ക് ഇത്രയധികം സക്സസ് റേറ്റ് ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും അത് പലർക്കും ഉള്ളൊരു സംശയമാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എവിടെ ലാംഗ്വേജ് പഠിച്ചാലും ലാംഗ്വേജ് പാസ്സാകും. ഒരിക്കലും നമ്മൾ IITയിലോ ടെൻസബ്രോഡിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കണമെന്ന് നമ്മൾ പറയാറില്ല. ഏതൊരു സ്ഥലത്ത് പെർഫെക്റ്റായിട്ട് പഠിക്കുന്നിടത്ത് ലാംഗ്വേജ് പഠിക്കാൻ പോയാലും അവർക്ക് പാസ്സാകാൻ സാധിക്കും. പക്ഷേ നമ്മളൊരു സ്ഥാപനത്തെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ കണ്ടായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, അവിടെ നിങ്ങൾ പോയി ഇനി നിങ്ങൾക്ക് ക്ലാസ് ഓക്കെ ആകുന്നില്ല എങ്കിൽ അവർ പറയും നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ പോയത് പഠിച്ചതെന്നൊക്കെ. പക്ഷേ നമുക്കൊരു കാര്യമാണ്, നമ്മുടെ അടുത്ത് വരുന്ന ഒരാൾക്ക് പെർഫെക്റ്റ് ക്ലാസ്സസ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതാണ് നമ്മൾ ഇവിടെ പഠിക്കണമെന്ന് പറഞ്ഞതിന് ഒന്നാമത്തെ കാരണം. ബിക്കോസ് നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ഏകദേശം 6 വർഷമായിട്ട് നമ്മൾ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ OET IELTS തുടങ്ങി നേഴ്സസിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ പോലത്തെ ഒരു സ്ഥാപനത്തെ വളർത്തിയത് തന്നെ നേഴ്സസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതും അവരുടെ ഒരു ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, അവരുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അവർ കടന്നു പോകുന്ന മെൻ്റൽ ഡിപ്രഷൻ എങ്ങനെയാണ്, അവരുടെ ടൈം എങ്ങനെയൊക്കെയാണ് അവരതിന് എടുക്കുന്നതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഒരു ഹോസ് ബിൽഡിങ്ങിന് പഠിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ ഒന്നും നമുക്ക് ഒരിക്കലും നേഴ്സസിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്ത സിലബസിലൂടെയാണ് നമ്മളിവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടി ഹോസ് ബിൽഡിങ്ങിന് പോകാൻ പഠിക്കുന്ന പോലല്ല ഒരു വർക്കിംഗ് പ്രൊഫഷനായ ഏജുള്ള ഒരു നേഴ്സ് ജർമ്മനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ ഇവരുടെ മാനസികമായിട്ടുള്ള അവരുടെ ഉത്കണ്ഠകൾ എന്തൊക്കെയാണ്, അവരുടെ മെൻ്റൽ സ്ട്രെയിൻ എന്താണ്, അവർക്ക് എത്ര സമയം ഒരു കാര്യം പഠിച്ചെടുക്കാൻ എടുക്കും, അതെടുത്തില്ലെങ്കിൽ അവരെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു ഫാമിലിയിൽ നിന്ന് പ്രഷർ കാണും, ഡ്യൂട്ടിയുടെ പ്രഷർ കാണും, ഒട്ടനവധി കാര്യങ്ങൾ കാണും. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മൾ അതിനുള്ള മോട്ടിവേഷൻ, എൻകറേജ്മെൻറ്റ്, കൗൺസിലിങ്, അതുപോലെ തന്നെ നമ്മളുടെ ടെലികോളിംഗ് സിസ്റ്റത്തിൽ നിന്നും ഇവരെ ക്ലാസ്സുകൾ നല്ലതാണെന്നുള്ള രീതിയിലുള്ള കോളുകൾ കാര്യങ്ങൾ തുടങ്ങി ഇവരെ നമ്മൾ പ്യോർലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. 2, ഇവർക്ക് ഓൺലൈനായി പഠിക്കുന്ന സമയത്ത് പെർഫെക്റ്റായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ്. നമ്മൾ ചുമ്മാ ഒരു സൈഡിൽ നിന്ന് ഓൺലൈൻ പഠിപ്പിക്കുന്നു, A2 പഠിപ്പിക്കുന്നു, A1 പഠിപ്പിക്കുന്നു, B, അങ്ങനെയല്ല. ഇതിനൊരു പക്ക ഫ്രെയിംഡ് സിലബസ് ഉണ്ട്. ഒരാളെ ജീവിതത്തിൽ ഇന്നുവരെ പഠിച്ചിട്ടില്ലാത്തൊരു ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ എവിടെ തുടങ്ങണം എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. അല്ല നമ്മൾ ഒരു ദിവസം രാവിലെ വന്നിട്ട് നിങ്ങൾ നേറ്റ് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് നോ വൺ ക്യാൻ ഫോളോ. അത് IELTSൻ്റെ OETയുടെ കാര്യം വരുമ്പോൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അവർക്ക് കുറേ ആഡ് അഡ്വാൻറ്റേജസ് ഉണ്ട്. ജർമ്മൻ അങ്ങനല്ല. അപ്പോൾ അത് നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജസ് മനസ്സിലാക്കിയാണ് നമ്മളിവരെ പഠിപ്പിക്കുന്നത്.